ഇപ്പം അത് തന്നെ ഒരു കുടിച്ച് നമ്മൾ ചാവണമായിരിക്കും. അല്ലെ ഇപ്പം എന്താ ചെയ്യണ്ടേ? നമുക്ക് ആ കിണർ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അത് കേട്ടിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ. അവരോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവർ ഒന്നല്ലെങ്കിൽ വെള്ളം ഇറക്കി തരാൻ ഒരു മാർഗം പറഞ്ഞു തരണം, അല്ലെങ്കിൽ പഞ്ചായത്തിലെ വെള്ളമെങ്കിലും മുട്ടില്ലാതെ തരണം. ഇതൊന്നുമില്ല. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പരിയാപുരം ഡീസൽ ടാങ്കർ ദുരന്തം നടന്ന 6 മാസമായിട്ടും ദുരിതബാധിതർക്ക് അധികൃതർ നൽകിയ ഉറപ്പ് വെറും വാക്കാകുന്നു. പ്രദേശത്തെ SH കോൺവെന്റിന്റേതടക്കം 6ഓളം കിണറുകളിൽ ഇപ്പോഴും ഡീസൽ സാന്നിധ്യമുണ്ട്. വാട്ടർ അതോറിറ്റി ദിനേന വെള്ളമെത്തിക്കും എന്ന ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഒരാഴ്ചയോളം വെള്ളം പമ്പ് ചെയ്യാത്ത അവസ്ഥയുമുണ്ടായി. വേനൽ കൂടുതൽ കടുക്കുമ്പോൾ കുടിക്കാനും കുളിക്കാനും ഉൾപ്പെടെ ദൈനംദിന ആവശ്യത്തിന് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. 2023 ഓഗസ്റ്റ് 20-നാണ് പരിയാപുരത്തുകാരെ ദുരിതത്തിലാഴ്ത്തിയ ഡീസൽ ടാങ്കർ ദുരന്തമുണ്ടായത്. അപകടത്തിൽപ്പെട്ട ടാങ്കറിൽ നിന്നും ഡീസൽ കിനിഞ്ഞിറങ്ങി പ്രദേശത്തെ ജലാശയങ്ങളെല്ലാം ഉപയോഗശൂന്യമായപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമെത്തിക്കാമെന്ന് അധികൃതർ നൽകിയ ഉറപ്പാണിപ്പോൾ വെറും വാക്കാകുന്നത്. സംഭവം നടന്ന 6 മാസം പിന്നിട്ടിട്ടും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ നൽകിയെന്നല്ലാതെ തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് ഇരകളായവരുടെ ദുരിതം കാണാൻ ഇപ്പോഴും അധികൃതർക്കായിട്ടില്ല. പ്രദേശവാസികളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും യോഗം ചേർന്നിരുന്നുവെങ്കിലും അതിൽ നടപ്പിലാകുമെന്നറിയിച്ച തീരുമാനങ്ങൾ പോലും ഇതുവരെയും നടപ്പിലായിട്ടില്ല. പ്രദേശത്തേക്ക് എല്ലാ ദിവസവും വെള്ളം പമ്പ് ചെയ്യാനായിരുന്നു വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അക്കാര്യത്തിൽ പോലും നടപടിയുണ്ടായിട്ടില്ല. ആഴ്ചയിൽ 2-3 ദിവസമാണ് വെള്ളം ലഭിക്കുന്നത്. ദിവസങ്ങളോളം കുടിവെള്ളം പമ്പ് ചെയ്യാതിരുന്ന അവസ്ഥയുമുണ്ടായി. പരിയാപുരം SH കോൺവെന്റിലെ അന്തേവാസികളും സിസ്റ്റർമാരും ഉൾപ്പെടെയുള്ളവർ ദൈനംദിന ആവശ്യത്തിന് വെള്ളം തികയാതെ പെടാപ്പാടുപെടുകയാണ്. സമീപത്തെ ചോലയെയും ചെറുകിണറുകളെയും ഒക്കെ ആശ്രയിച്ചാണ് കുടിവെള്ളത്തിനും കുളിക്കുന്നതിനുമൊക്കെ വഴി തേടുന്നത്. എന്നാൽ വേനൽ കടുക്കുന്നതോടെ ഇവയിലെ വെള്ളവും ഇല്ലാതാകും. ഒരിക്കലും നീരുറവ വറ്റാത്ത കോൺവെന്റിലെ വലിയ കിണറാണ് വീണ്ടെടുപ്പ് അന്യമായ വിധം നാശോന്മുഖമായിരിക്കുന്നത്. ഇതിലെ വെള്ളം കൃഷിക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് വാർഡ് മെമ്പർ അനിൽ പുലിപ്ര പറയുന്നു. പരിയാപുരം SH കോൺവെന്റിൽ ഏകദേശം 45ഓളം ആളുകൾ, അന്തേവാസികളടക്കം ഉള്ള കുട്ടികളടക്കമുള്ള ആളുകൾ 45ഓളം പേര് അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പം അവിടുത്തെ സ്ഥിതികൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വെള്ളമില്ലാതെ അവർക്ക് ഒരു രീതിയിലും വേറെ വെള്ളം വരാനായിട്ടുള്ള അവർക്കൊരു സാധ്യതയില്ല. ഇപ്പം അവർക്ക് നടുമുറ്റത്തൊരു കിണറായിരുന്നു, ആ കിണറിലെ വെള്ളം ആകെ താന്നു കിടക്കുന്നു. അപ്പോൾ ഞങ്ങളിത് പ്രകാരം എന്ന് വെച്ചാൽ പഞ്ചായത്തിലെ കഴിഞ്ഞ ദിവസം അടിയന്തര യോഗത്തിൽ പഞ്ചായത്ത് യോഗത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും അടിയന്തരമായിട്ടുള്ളതെന്ന് വെച്ചാൽ അവർക്ക് വാട്ടർ കണക്ഷൻ ഇല്ലാത്തപ്പോൾ പഞ്ചായത്ത് വെള്ളം എത്തിച്ചു കൊടുക്കണമെന്ന് നമ്മൾ അതിനകത്ത് ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ അത് സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാട്ടർ കണക്ഷൻ വരെ ഉള്ള സമയത്ത് മാത്രമേ വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള നിയമങ്ങൾ വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു നിയമം അത് അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു കാര്യങ്ങൾ ഇതുവരെയുള്ള ഒരു കാര്യങ്ങൾ ഇതുവരെ ആയിട്ടില്ലെന്ന് പറഞ്ഞു. ഓയിൽ കമ്പനിക്കാർ പലപ്പോഴായി എത്തി കിണറുകൾ ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിലും അതിനിരട്ടി ഡീസൽ വീണ്ടും കിണറുകളിൽ കിനിയുകയാണ്. കുഴൽ കിണറുകളിലെ വെള്ളം ശുദ്ധീകരിക്കാൻ ഇതുവരെ നടപടിയായിട്ടുമില്ല. 1000 രൂപയോളം ചിലവാക്കി വാഹനത്തിൽ വെള്ളമെത്തിച്ചാണ് പലരും കുടിവെള്ളത്തിന് വഴി തേടുന്നത്. അപ്പം നമുക്ക് ഒരാഴ്ചയായിട്ട് പഞ്ചായത്ത് വെള്ളമില്ലായിരുന്നു. 1000 രൂപ കൊടുക്കണം ഒരു വണ്ടി വെള്ളം കിട്ടണമെങ്കിൽ. ഈ പ്രായം ചെന്ന് നമ്മൾ എവിടെ വെള്ളത്തിന് പോണത്? അങ്ങേർക്കും വയ്യ, എനിക്കും വയ്യ. ഇതൊക്കെയാണ് സ്ഥിതി. ഈ മീറ്റിംഗ് കൂടും പറയുന്നൊക്കെ പറഞ്ഞെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ട് പോകുകയെന്ന് തോന്നണേ. കുഴൽക്കിണർ നന്നാക്കാൻ അവർക്ക് പറ്റില്ല എന്ന്. ഇപ്പം അത് തന്നെ ഒരു കുടിച്ച് നമ്മൾ ചാവണമായിരിക്കും. അല്ലെ ഇപ്പം എന്താ ചെയ്യണ്ടേ? പ്രവാസ ജീവിതത്തിലൂടെ നേടിയ ഏറിയ പങ്കും ചെലവിട്ട് പ്രദേശത്ത് സ്ഥലം വാങ്ങിയവരും ഇനിയെന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. 15 വർഷത്തിലേറെ ഈ ദുരിതം പ്രദേശത്തെ അലട്ടുമെന്നതിനാൽ സ്ഥലം വിറ്റൊഴിവാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണിവർ. അപ്പോൾ അവർ പറയുന്ന ഒരു 10-15 വർഷത്തേക്ക് നമുക്ക് ആ കിണർ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അത് കേട്ടിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ 30 വർഷമായിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ ഒരു വാങ്ങിയ ഒരു സ്ഥലമാണ്. അതിൽ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് നല്ല ഉറവയുള്ള ഒരു കിണറാണ്. ആ കിണറാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങളൊക്കെ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുവാണ്. തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് ആയുസിന്റെ ഏറിയ പങ്കും ദുരിതമനുഭവിക്കേണ്ട ഗതികേടിലാണ് പരിയാപുരത്തുകാർ.
കുടിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും കുളിക്കാനുമൊക്കെ വെള്ളം കരുതി ഉപയോഗിക്കേണ്ട അവസ്ഥ. 1-2 വർഷം കൊണ്ട് തീരുന്നതല്ല ഈ ദുരിതം എന്നിരിക്കെ കുടിനീർ മുട്ടിയവരുടെ ദുരിതം കാണാൻ അധികൃതർ മിഴി തുറക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എഴുതപ്പെട്ട നിയമങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യത്വത്തിന്റെ പേരിലാണെങ്കിലും നടപടികൾക്ക് വേഗമേറേണ്ടിയിരിക്കുന്നു. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.